പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്ക് തന്നെ ആമേൻ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് എസ്തേർ. എബ്രായ വേദപുസ്തകത്തിലും ക്രൈസ്തവരുടെ പഴയ നിയമത്തിലും കാണുന്ന ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് എസ്തേറിൻ്റെ പുസ്തകം. പഴയ നിയമത്തിൽ ഒരു സ്ത്രീയുടെ പേരിൽ കാണുന്ന രണ്ടാമത്തെ പുസ്തകമാണ് എസ്തേറിൻ്റേത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആദ്യത്തെ പുസ്തകം രൂത്തിന്റെ പേരിലുള്ള പുസ്തകമാണ്. അവളുടെ സവിശേഷതകളെ കുറിച്ചും ഇന്നലെ ഇട്ട എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. പൂരീം എന്ന പേരിൽ അറിയപ്പെടുന്ന യഹൂദാഘോഷത്തിൻ്റെ പിന്നിലുള്ള കഥ ഈ പുസ്തകത്തിൽ ആണ്. യഹൂദന്മാർക്കെതിരെ പേർഷ്യൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നടന്ന ഒരു ഉപജാപത്തിൻ്റെയും തൽഫലമായി ഉണ്ടാകാനിരുന്ന വംശഹത്യയുടെയും അപകടത്തിൽ നിന്ന് സ്വന്തം വംശത്തിൽപ്പെട്ട ഒരു പേർഷ്യൻ രാജ്ഞിയുടെ ഇടപെടൽ വഴി യഹൂദരെ രക്ഷപ്പെടുത്തുന്നതിൻ്റെയും കഥയാണിത്. ഒരു ജനതയുടെ വീണ്ടെടുപ്പാണ് ഇവിടെ ദൃശ്യമാകുന്നത്. എസ്തേറിൻ്റെ പുസ്തകം ജൂതന്മാരുടെ പൂരീം ഉത്സവത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. എബ്രായ ബൈബിളിൽ ദൈവത്തെക്കുറിച്ച് വ്യക്തമായി പരാമർശിക്കാത്ത പുസ്തകമാണ് എസ്തേറിൻ്റെ പുസ്തകം. എസ്തേറിൽ വിവരിച്ചിരിക്കുന്ന സംഭവങ്ങൾ ഏകദേശം BC 483-482 വർഷങ്ങളിൽ ആരംഭിച്ച് BC 473 അവസാനിക്കുന്നവ എന്ന് മനസ്സിലാക്കാവുന്നതാണ്. എബ്രായ ബൈബിളിലെ 24 പുസ്തകങ്ങളിൽ അവസാനത്തേതാണ് ഈ പുസ്തകം. തൽമൂഡ് അനുസരിച്ച് മൊർദെഖായി എഴുതിയ ഒരു മൂലഗ്രന്ഥത്തിൻ്റെ സമഗ്രമായിരുന്നു ഇത്. പ്രഥമദൃഷ്ട്യാ വിശുദ്ധ വേദപുസ്തകത്തിലെ മറ്റു പുസ്തകങ്ങളെപ്പോലെ ഈ പുസ്തകം ആത്മീയ ഉപദേശങ്ങൾ നൽകുന്നില്ല എങ്കിലും ഇതിൽ ഉടനീളം ചില സാന്മാർഗിക തത്വങ്ങൾ പ്രകടമാണ്. ഈ പുസ്തകത്തിലെ കാതലായ തത്വം നിന്റെ സഹോദരനെ സ്നേഹിക്കുക, നിന്റെ ശത്രുവിനെ ദ്വേഷിക്കുക എന്നതാണ്. ഒരു സമുദായത്തിൻ്റെ സത്താപരമായ അടിസ്ഥാനങ്ങൾ അപകടത്തിലാവുമ്പോൾ അതിലെ വ്യക്തികൾ സ്വയം ത്യജിച്ച് അതിൻ്റെ ഉന്നമനത്തിനു വേണ്ടി ഒരുങ്ങണമെന്ന് ഈ പുസ്തകം ഓർമ്മിപ്പിക്കുന്നു. ഈ പുസ്തകത്തിൽ ദൈവം എന്ന പദമോ ദൈവത്തെ സൂചിപ്പിക്കുന്നതിനുള്ള മറ്റേതെങ്കിലും പേരുകളോ ഉൾക്കൊള്ളുന്നില്ല എന്ന് നമുക്ക് ഈ പുസ്തകം ഉടനീളം വായിക്കുമ്പോൾ മനസ്സിലാകും. ഈ പുസ്തകത്തിൽ 10 അധ്യായങ്ങളും 167 വാക്യങ്ങളും ആണ് ഉള്ളത്. വിശാലമായ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ രാജാവായ അഹശ്വേരോസ് തൻ്റെ ശീതകാല തലസ്ഥാനമായ ശൂഷൻ രാജധാനിയിൽ താമസിച്ചു വരവേ നടന്ന സംഭവങ്ങളാണ് ഇവിടെ ഉൾക്കൊള്ളുന്നത്. അഹശ്വേരോസ്, ഹാമാൻ, മൊർദെഖായി, എസ്തേർ തുടങ്ങിയവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള വാഗ്മയ വിവരങ്ങൾ ജീവസുറ്റവയാണ്. എസ്തേർ എന്ന പേർഷ്യൻ വാക്കിൻ്റെ അർത്ഥം നക്ഷത്രം, പ്രവാസത്തിൻ്റെ ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്ന പ്രകാശം എന്നാണ്. അദസെ എന്ന എബ്രായ വാക്കിൻ്റെ അർത്ഥം എസ്തേർ, കറ്റാർവാഴ എന്നൊക്കെയാണ്. അദസെ എന്നാൽ നീതിയെയും സൗന്ദര്യത്തെയും മനോബലത്തെയും പ്രതിരോധശേഷിയെയും വെളിപ്പെടുത്തുന്നു. ബാബിലോണിൽ പ്രവാസികളായിരുന്ന യഹൂദരെ മുഴുവനും നശിപ്പിക്കുവാൻ ഹാമാൻ പദ്ധതി തയ്യാറാക്കി. യഹൂദ നേതാവും രാജകൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനുമായിരുന്ന മൊർദെഖായിക്ക് വേണ്ടി വലിപ്പമുള്ള ഒരു കഴുകുമരം ഹാമാൻ പണി കഴിപ്പിച്ചു. വസ്തി രാജ്ഞിയുടെ സ്ഥാനഭ്രംശം മുതൽ എസ്തേർ രാജ്ഞി ആകുന്നതും മൊർദെഖായിയുടെ ജാത്യാഭിമാനവും ദൈവത്തിൽ ഉള്ള വിശ്വാസവും എല്ലാം ഈ പുസ്തകത്തിൽ നാം കാണുന്നു. ഹാമാന്റെ ദുഷ്പ്രവൃത്തിക്ക് ലഭിച്ച പ്രതിഫലം, ഇസ്രായേൽ ജനങ്ങൾക്ക് ലഭിച്ച വിമോചനവും നാം കാണുന്നു. ദൈവജനത്തിന് അന്യോന്യം ഉണ്ടാവേണ്ട കരുതലും ധാർമ്മിക ബോധ്യങ്ങളും ഈ പുസ്തകത്തിൽ അതിശക്തമായി എടുത്ത് പറയുന്നുണ്ട്. യഹൂദ ജനത്തെ മുഴുവനായും കരുതുവാനും അവരുടെ ക്ഷേമം ഉറപ്പാക്കുവാനും മൊർദെഖായി ബദ്ധശ്രദ്ധനായിരുന്നു എന്ന് ഈ പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. സ്വന്തം ജനത്തിനു വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി ആണ് എസ്തേർ രാജ്ഞി രാജാവിൻ്റെ അടുക്കലെത്തുന്നത്. ഒരു ജനതയ്ക്ക് മുഴുവനും ആശ്വാസവും അവരുടെ ശത്രുക്കളുടെ മേൽ ജയവും ഉണ്ടാകുന്നത് അനുതാപത്തിനും കണ്ണുനീരിനും ഉപവാസത്തിനും ദൈവാശ്രയത്തോടു കൂടിയ പ്രവൃത്തിക്കും ദൈവം നൽകിയ മറുപടിയാണ് എന്ന് നാം ഈ പുസ്തകത്തിലൂടെ കാണുന്നു. ഹാമാന്റെ ഭാര്യ സേരസും ഹാമാനോട് ഇസ്രായേലിനെ കുറിച്ച് പറയുമായിരുന്നു. ബാബിലോൺ സാമ്രാജ്യം അതിവിശാലമായിരുന്നു. ഹിന്ദുദേശം, അതായത് ഇന്ത്യ മുതൽ കൂശ്, എത്യോപ്യ വരെ നീണ്ടതും മധ്യ പൗരസ്ത്യ ദേശം മുഴുവനും മാത്രമല്ല ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതും 127 സംസ്ഥാനങ്ങൾ അടങ്ങിയിരിക്കുന്നതുമായ അതിവിശാലമായ സാമ്രാജ്യമായിരുന്നു.
വസ്തി എന്ന പേർഷ്യൻ വാക്കിൻ്റെ അർത്ഥം സുന്ദരി എന്നാണ്. മൊർദെഖായി ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ട കീശിൻ്റെ മകനായ ശിമയുടെ മകനായ യായീരിൻ്റെ മകൻ യഹൂദനായിരുന്നു. യെരൂശലേമിൻ്റെ നാശത്തിന് ശേഷം നെബൂഖദ്നേസർ പാർസിയിലേക്ക് പിടിച്ചുകൊണ്ട് പോകയാൽ പ്രവാസത്തിലായവനും യഹൂദ മതവിശ്വാസത്തിൽ അഭിമാനിച്ചിരുന്നവനും ആയിരുന്നു മൊർദെഖായി. സ്വന്തം മാതാപിതാക്കളുടെ മരണശേഷം എസ്തേർ മൊർദെഖായിയുടെ സംരക്ഷണത്തിൽ ആണ് വളർന്നത്. സ്വന്തം ചിറ്റപ്പൻ്റെ മകൾ എന്ന നിലയിൽ ആണ് മൊർദെഖായി എസ്തേറിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തത്. എസ്തേറിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ അവളുടെ സവിശേഷതകളെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. പൂര് എന്ന അക്കേഡിയൻ വാക്കിൻ്റെ അർത്ഥം ലോട്ട് അഥവാ ചീട്ട്, നറുക്ക് എന്നൊക്കെയാണ്. പൂര എന്ന വാക്കിൻ്റെ ബഹുവചനം പൂരീം എന്നാണ്. ഹമാന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്നത് ഇസ്രായേലിൻ്റെ ദൈവം ഉറങ്ങാത്തവനാണ് എന്ന കാര്യമാണ്. നാം മനസ്സിലാക്കേണ്ടത്, യഹോവ ഇസ്രായേൽ ജനങ്ങളെ ഫറവോൻ്റെ കയ്യിൽ നിന്നും രക്ഷിച്ചതുപോലെ എസ്തേർ ഇസ്രായേൽ ജനങ്ങളെ നാശത്തിൻ്റെ വക്കിൽ നിന്നും രക്ഷിച്ചതായിട്ട് നാം ഈ പുസ്തകത്തിൽ കാണുന്നു. കൈറോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സമയം, ദൈവികമായ ഇടപെടലിൻ്റെ നിമിഷം എന്നൊക്കെയാണ്. ഇസ്രായേൽ ജനങ്ങളുടെ ഉപവാസം ആത്മാവിൻ്റെ ആയുധമായി മാറുന്നതായി ഈ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. വലിയ മാർ ബസേലിയോസ് ഉപവാസത്തെ ആത്മാവിൻ്റെ ആയുധം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. നിനവയിലെ ഉപവാസം യോന 3:5, ദാനിയേലിൻ്റെ 21 ദിവസത്തെ ഉപവാസം ദാനിയേൽ 10-ാം അധ്യായം 2-3 വാക്യങ്ങൾ എന്നിവ ബാബിലോണിലെ ഈ 3 ദിവസത്തെ ഉപവാസത്തോട് ചേർത്ത് നമുക്ക് കാണാം. എസ്തേറിൻ്റെ ഉറച്ച തീരുമാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന് സകലതും സാധ്യമാണ് എന്നതാണ്. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 19-ാം അധ്യായം 26 ഇത് എടുത്തു പറയുന്നുണ്ട്. എസ്തേറിനെ പോലെ മൊർദെഖായിയെ പോലെ നമുക്കും ദൈവത്തിൽ ശരണപ്പെട്ട് നമ്മുടെ ഭവനങ്ങൾക്കും നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനായും രാജ്യത്തിനായും നിലകൊള്ളുവാൻ ദൈവത്തിൽ ശരണപ്പെടാം. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.